നമ്മുടെ ഓണം എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റനാണ് ഡയറി എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റൻ. അപ്പോൾ അത് ഈ ഖിഡ്കി എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നാണ് ഡയറി എഴുതാൻ വരുന്നതെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു 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 ഡയറി നമ്മുടെ ലേഖകൻ്റെതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ എഴുതാന്നുള്ളതാണ്. റെയിൽ ഗാഡി കെ അനുഭവ് കെ ബാരെ മേം ലേഖക് കി ഡയറി ലിഖേ. താരീഖ്, ഡേറ്റ് എഴുതുക, ദെൻ ഡയറക്റ്റ് എന്ത് ചെയ്യുക, സെൻറ്റൻസിലോട്ട് അല്ലെങ്കിൽ ആ പാരഗ്രാഫിലോട്ട് പോവുക. എന്തൊക്കെയാണ് എഴുതുന്നത്? ആജ് ഇന്ന് ഹം ഞങ്ങൾ ഹോഷിയാർപൂർ ജാനെ കെ ലിയെ ട്രെയിൻ സെ നിക്ലെ. ഞങ്ങൾ ഹോഷിയാർപൂർ പോകാനായിട്ട് ട്രെയിനിൽ നിക്ലെ കയറി. ഇസ് ബാർ ഹംനെ ഈ പ്രാവശ്യം ഞങ്ങൾ എ സി കെ ബജായ് ജനറൽ കോച്ച് മേം സഫർ കിയ. ഞങ്ങൾ എ സി ഒഴിവാക്കിയിട്ട് എ സി കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എ സിയുടെ കോച്ച് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ജനറൽ കോച്ചിലാണ് യാത്ര ചെയ്തത്, സഫർ കിയ യാത്ര ചെയ്തത്. ബച്ചോനെ ജൽദി ഹി ഖിഡ്കി വാലി സീറ്റ് ലേ ലി ഓർ ഖുഷ് ഹോക്കർ ബാഹർ ദേഖ്നെ ലഗെ. കുട്ടികൾ വേഗം തന്നെ വേഗം തന്നെ ഖിഡ്കി വാലി നമ്മുടെ വിൻഡോൻ്റെ അടുത്തുള്ള സീറ്റ് പിടിച്ചു. അവർ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. ഓക്കെ. തൊടി ദേർ ബാദ്, അതായത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏക് യുവതി ഷാൾ ബേച്ച്തേ ഹുയെ ആയി. ഒരു സ്ത്രീ ഷാൾ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നു. പത്നിനെ ഉസെ തോൽ മോൽ കിയ ഓർ ആഖിർ പാഞ്ച് ശാലം ലേലി. അതായത് ഭാര്യ എന്ത് ചെയ്തു, അവളോട് തോൽമോൽ എന്താ പറഞ്ഞു, തോൽമോൽ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, എന്ത് ചെയ്തു, പൈസ കുറച്ച് വേണം, ഇത്രയ്ക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, തോൽമോൽ ചെയ്തിട്ട്, തോൽമോൽ എന്ന് പറയുമ്പോൾ വില പേശിയിട്ട് എന്ത് ചെയ്തു, 5 ഷോളുകൾ മേടിച്ചു. പത്നി ബാർ ബാർ യഹി സോച്തി രഹി കി ഷായദ് ഓർ കം ദാം മേം മിൽ സക്തി थी. കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ വില കുറച്ച് കിട്ടിയിരുന്നു എന്നാണ് നമ്മുടെ ഭാര്യയുടെ ചിന്തയുണ്ടായിരുന്നത്. ലേക്കിൻ മുझे, പക്ഷേ എന്നാൽ എൻ്റെ ഉസ് ലഡ്കിക്ക് ആംഖോമേ ഞാൻ എന്താ ചെയ്തേ, ആ സ്ത്രീയുടെ കണ്ണിൽ നോക്കിയ സമയത്ത് ഒരു നനവ് കണ്ടിരുന്നു. ദേഖ് അത് കണ്ടിട്ട് അപ്നെ പിതാ യാദ് ആകെ, എൻ്റെ അച്ഛൻ്റെ ഓർമ്മ എനിക്ക് വന്നു. ജോ അദ്ദേഹം ട്രെയിൻ മേം സാമാൻ ബേച്ചത്, അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, ട്രെയിനിൽ സാധനങ്ങൾ വിറ്റിരുന്നതാണ്. ആജ് ഫിർ സമജ് ആയ कि हर सामान बेचने वाले के पीछे बहुत मेहनत और दुख छिपा होता है. അതായത് ഇന്ന് എനിക്ക് മനസ്സിലായി, ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളൊക്കെ വരുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൻ്റെ വിഷമവും കണ്ണീരും എല്ലാതും ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു ആം, കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ആജ് കി യാത്രനെ മേരെ മൻ കോ ചൂ ലിയ. അവസാനം നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്ത് ആജ് കി യാത്രനെ മേരെ മൻ കോ ചൂ ലിയ, അതായത് ഇന്നത്തെ യാത്ര എൻ്റെ മനസ്സിനെ സ്പർശിച്ചു എന്നൊക്കെ പറയാം. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഡയറി എൻട്രി കണ്ടന്റ് വൈസ് എഴുതുന്നത്. അതല്ലാണ്ട് ഇതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കണ്ടന്റാണ്, മെയിൻ കണ്ടന്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എൻഡ് ചെയ്യാം. ഇത് നോർമലി ഒരു പ്രീസെറ്റ് ആണ്. അത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അയച്ചു തരാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു.